ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡൈൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു. ദോശകൾക്ക് പുറമെ ഊത്തപ്പം, ഇഡ്ഡലി, ചപ്പാത്തി, പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ ചേലക്കര. പ്രായാധിക്യം വകവയ്ക്കാതെ 85-ാം വയസ്സിലും ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ അങ്കമാലി അഡലക്സിൽ വെച്ച് നടത്തിയ ഫോട്ടോ ഫെസ്റ്റ് കാണാൻ സ്ഥാപക നേതാവ് നാരായണ പണിക്കരെത്തി. പ്രായാധിക്യം വകവയ്ക്കാതെ 85-ാം വയസ്സിലും ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ അങ്കമാലി അഡലക്സ് ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിൽ നടക്കുന്ന ഫോട്ടോ ഫെസ്റ്റ് ഇന്ത്യ 2025 കാണുവാനായി സംഘടനയുടെ സ്ഥാപക നേതാവ് നാരായണ പണിക്കരെത്തി. സംഘടനാ നേതാക്കന്മാരും മറ്റു ഭാരവാഹികളും അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി. തുടർന്ന് ഫോട്ടോ ഫെസ്റ്റും ഫോട്ടോഗ്രഫി മത്സരങ്ങളുടെ ഫോട്ടോ പ്രദർശനം കാണുകയും വിലയിരുത്തുകയും സംഘടനാ ഭാരവാഹികൾ തന്ന നറുക്കെടുപ്പ് കൂപ്പൺ എഴുതിയിടുകയും ചെയ്തു. 1985 ജോസഫ് ചെറിയാൻ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ രൂപീകരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനായതും മറ്റൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി രാവും പകലും ജോസഫ് ചെറിയാൻ, സാരംഗപാണി എന്നിവരുടെ ഒപ്പം പ്രവർത്തിക്കുകയും ഇന്ന് AKPA എന്ന സംഘടന ഈ നിലയിൽ എത്തിച്ചതിൽ പങ്കുവഹിച്ച ഒരു മഹാവ്യക്തിത്വത്തിന്റെ ഉടമയും അവസാന കണ്ണിയുമാണ്. ഉണ്ടായതിനു ശേഷമാണ് ഈ ഫോട്ടോഗ്രാഫറുകളുടെ ഐക്യവും സഹകരണം ഉണ്ടായിട്ടുള്ളത്. അതിന് മുമ്പ് പരസ്പരം തമ്മിൽ കലക്കി ചെന്നിരുന്നത് ആരും മുഖത്ത് നോക്കില്ല. എൻ്റെ ജീവിത അനുഭവം പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ ഒരു സ്റ്റുഡിയോ ജോലിക്ക് വരുമ്പോൾ ഫോട്ടോഗ്രാഫി പഠിച്ചൊരു സ്റ്റുഡിയോ ജോലിക്ക് വരുമ്പോൾ എന്നോട് പറഞ്ഞ വാക്ക് അടുത്ത സ്റ്റുഡിയോയിൽ പോകുന്നവരുമായി സംസാരിക്കുന്നത് തൊട്ടടുത്തൊരു അശോക ഹോട്ടൽ അവിടെ കയറി ഭക്ഷണം കഴിക്കുന്നത് ഈ രണ്ട് നിർദ്ദേശമാണ് അന്ന് എന്നോട് 62 നവംബർ 17-ാം തീയതി എന്നോട് സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റിനോട് പറഞ്ഞു. അതനുസരിച്ച് 4 വർഷക്കാലത്താണ് ഇതേ മറ്റുള്ള സ്റ്റുഡിയോക്കായി പോകാതെ ഭക്ഷണം കഴിക്കുകയും. പക്ഷേ ഞാൻ പഠിച്ചത് ഞാൻ കണ്ടുവന്നതും അങ്ങനെയല്ല. ഫോട്ടോഗ്രാഫ് പാലക്കാട് ജില്ലയിൽ ഞാൻ പാലക്കാട് വെച്ച് ഫോട്ടോഗ്രാഫ് പഠിക്കുന്നതാണ്. അവിടെ 3 സ്റ്റുഡിയോ, ജോ സ്റ്റുഡിയോ, റിസാർട്ട് മഹാജി 3 സ്റ്റുഡിയോ അടുത്തോട് വന്നിട്ടുണ്ട്. അത് വളരെ സഹകരണത്തോടും സന്തോഷത്തോടും കൂടി പ്രവർത്തിക്കുന്നു കണ്ടാണ് ഞാൻ പഠിച്ചത്. ആ വന്ന് എനിക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് ഫോട്ടോഗ്രാഫർ ഏത് നിലയിലും സംഘടന ഉണ്ടാകണമെന്ന് ആശിച്ച് ഒത്തിരി പ്രവർത്തിക്കുന്നതാണ്. ചെറിയാൻ ചേട്ടൻ 1-2 പ്രാവശ്യം സംഘടന വിളിച്ചു, യോഗം വിളിക്കും. ടീച്ചറാണ് യോഗം വിളിക്കുന്നത്. അവിടെ സ്റ്റുഡിയോ ദിവസം വരെയാണ് വിളിക്കുന്നത്. അവിടെ യോഗത്തിൽ പങ്കെടുക്കും. അന്ന് വരെ ഉണ്ടായിരുന്ന അവിടുത്തെ ചെലവിൻ്റെ കാശത്തിന് എല്ലാവരും തിരിച്ചു കൊടുക്കും. സംഘടനകളൊക്കെ ഉണ്ട്. അപ്പോഴത്തെ താൽക്കാലിക ആനുകാലിക പ്രശ്നം ചർച്ച ചെയ്ത് അവസാനിക്കും. പിന്നെ അതുപോലെ വരും. ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിരിക്കുന്നതിന് ഇതുപോലെ വരും. അങ്ങനെ ചെറിയാൻ ചേട്ടൻ 2-3 പ്രാവശ്യം യോഗം വിളിച്ചു. ചെറിയാൻ ചേട്ടൻ്റെ സ്റ്റുഡിയോയിൽ ഒരു മാനേജർ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് അക്കൗണ്ടെല്ലാം നോക്കുന്നത്. അപ്പോൾ ഒരു സ്ഥിരം സംഘടനയില്ല. അങ്ങനെയാണ് കൊച്ചി ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ അലങ്കാർ പയ്യൻ സംഘടന ഉണ്ടായില്ല. അത് ശരിക്കും സംഘടന എന്താണെന്ന് നമുക്കാർക്കും അറിയില്ല. ദേശത്തേക്ക് പോയി കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ പ്രശ്നം തന്നെ ഫിലിം പേപ്പർ കിട്ടാനില്ല. അതിൻ്റെ ക്ഷാമമാണ് മെയിൻ ചർച്ചാ വിഷയം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ശോഭനയായിട്ട് പരിചയപ്പെടാറുണ്ട്. സംഘടിപ്പിച്ചിട്ടുള്ള അതിനുവേണ്ടി ശ്രമിച്ച് ഞങ്ങളവിടെ മാസം തോറും അമ്മയ്ക്ക് കഴിക്കാൻ മാസം പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിൻ്റെ കാലമാണ്. ന്യൂസ് ഡെസ്ക് CCV.